എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റു. യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. ഫ്രറ്റേണിറ്റി KSU പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് SFI ആരോപിച്ചു. ഫ്രറ്റേണിറ്റി പ്രവർത്തകൻ ബിലാലിനും മർദ്ദനമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഇന്നലെ രാത്രിയും ആക്രമണമുണ്ടായത്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, വീണ്ടും സംഘർഷഭരിതമാവുകയാണോ ക്യാമ്പസ്? ദിവ്യ, ഇന്നലെ രാത്രി അതായത് ഏകദേശം 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് SFI പ്രവർത്തകർ പ്രധാനമായും പറയുന്നത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായ നാസർ അബ്ദുൾ റഹ്മാനാണ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 ദിവസമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽപ്പെട്ട് ഈ മഹാരാജാസ് കോളേജിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ SFI ഫ്രറ്റേണിറ്റി പ്രവർത്തകർ തമ്മിലാണ് തർക്കമുണ്ടായിരുന്നത്. പിന്നീട് അതിൽ ആ സംഘർഷത്തിൽ തന്നെ KSU പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. ഏതായാലും ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിലും ഫ്രറ്റേണിറ്റിയും KSU പ്രവർത്തകർ തന്നെയാണ് എന്നാണ് SFI ആരോപിക്കുന്നത്. അതേസമയം SFIക്കെതിരെ ആരോപണവുമായി ഫ്രറ്റേണിറ്റിയും നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം മുൻപുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് സസ്പെൻഷനിലായിരുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്, ബിലാൽ ഹോസ്റ്റലിലായിരുന്നു. ഇന്നലെ ഈ രാത്രി സംഘർഷം ഉണ്ടായിരുന്ന സമയത്തിന് തൊട്ട് മുൻപ് ബിലാൽ കോളേജിലേക്ക് ഫോൺ വാങ്ങാൻ എത്തിയപ്പോൾ SFI പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് ബിലാലിന്റെ ആരോപണം. പക്ഷേ അത് SFI തള്ളുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും SFI പ്രവർത്തകന് കാര്യമായ പരിക്കുകളുണ്ട്. അദ്ദേഹത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് അവിടെ എത്തി വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസം മുൻപുണ്ടായ സംഘർഷത്തിലും പോലീസ് കേസെടുത്ത് പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തതിന് ശേഷം അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സംഘർഷവും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഈ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി പ്രതിനിധിയായി KSU പ്രവർത്തകൻ തെരഞ്ഞെടുക്കപ്പെട്ടതിലുണ്ടായ തർക്കമാണ് ഇത്രയും ദിവസമായി ഉണ്ടായ സംഘർഷത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. സാരമായ പരിക്കുകളുണ്ടോ യൂണിറ്റ് സെക്രട്ടറിക്ക്? അതീവ ഗൗരവകരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാലിനും കൈക്കുമെല്ലാം കുത്തേറ്റത്തിന്റെ പാടുകൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ഏതായാലും ഡോക്ടറുടെ കൂടി വിവരം അതിൽ തേടേണ്ടതുണ്ട്. വലിയ കാര്യമായ പരിക്കുകളുണ്ട്, പക്ഷേ അതീവ ഗൗരവതരത്തിലുള്ള പരിക്കുകളല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ SFI മഹാരാജാസ് കോളേജിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് 2-3 ദിവസമായി ഈ സംഘർഷം തുടരുന്നുണ്ടായിട്ടും അതിലൊരു ജാഗ്രത പുലർത്തിയില്ല എന്നുള്ള വിമർശനം പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ, ഷംന, ഇതിൽ കുറച്ച് ദിവസങ്ങളായി അവിടെ സംഘർഷം ഇങ്ങനെ പോകുകയാണല്ലോ. എന്താണ് കോളേജ് അധികൃതരുടെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ? കഴിഞ്ഞ ദിവസമുണ്ടായ 2 ദിവസം മുൻപുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നടപടി സർവകലാശാല കോളേജ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെയും ഈ ഒരു അറബിക് അധ്യാപകന് മർദ്ദനമേറ്റ വാർത്തകളും ഈ മഹാരാജാസ് കോളേജിൽ നിന്ന് വന്നിരുന്നു. ഫ്രറ്റേണിറ്റി പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളതാണ് അറബിക് അധ്യാപകൻ ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അധ്യാപകൻ വംശീയ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ പറയുന്നത്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ തർക്കത്തിനപ്പുറത്തേക്ക് അധ്യാപകർക്കിടയിൽ അധ്യാപകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കോളേജിന്റെ ഡിസിപ്ലിൻ കമ്മിറ്റി, പ്രത്യേകിച്ച് അച്ചടക്ക കമ്മിറ്റി ഗൗരവതരമായ വിഷയമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതായാലും SFI ഈ ഇന്നലെ ഉണ്ടായ ഈ സംഘർഷത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസാണ് തീരുമാനിക്കേണ്ടത്. അതിനുശേഷമായിരിക്കും സർവകലാശാലയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഏതായാലും 2 ദിവസം മുൻപുണ്ടായ ആ ഒരു അടിയുടെ ഭാഗമായി ചില വിദ്യാർത്ഥികളെ, ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിദ്യ, 2-3 ദിവസമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രിയും മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റത്. ഫ്രറ്റേണിറ്റി പ്രവർത്തകരുടെ മർദ്ദനമേറ്റു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്.